ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്രോഷ്യ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. സാധാരണ ഞാൻ ക്രോഷ്യയുടെ വീഡിയോസ് ഇടുന്ന സമയത്തുണ്ടല്ലോ, എനിക്ക് താഴെ ഒത്തിരി കമന്റ്സ് ഇങ്ങനെ വരാറുണ്ട്. ഏതൊക്കെ പ്രൊജക്റ്റുകൾക്ക് ഏത് യാണാണ് നല്ലത് എന്നുള്ളതെല്ലാം ചോദിച്ചിട്ട്. അപ്പം അതെല്ലാം നിങ്ങൾക്കൊന്ന് ജസ്റ്റ് പറഞ്ഞു തരാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ കയ്യിലുള്ള ത്രെഡുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് എന്തൊക്കെ ത്രെഡുകളാണ് എടുക്കുന്നത്, അത് എവിടെ നിന്നാണ് മേടിക്കുന്നത്, എന്തൊക്കെ ഹുക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് പറയുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഞാൻ മേടിക്കുന്ന യാണുകളുടെയൊക്കെ ലിങ്കുകൾ എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ സൈറ്റിൽ കയറി അതൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇഷ്ടം പോലെ യാൺസും ഹുക്സും ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് നോക്കിയാലോ എന്തൊക്കെയാണെന്നുള്ളത്. ഞാൻ ക്രോഷ്യോ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് ആദ്യം ചെയ്ത് പഠിച്ചത് കോട്ടൺ യാണിലാണ്. സാധാരണ അങ്ങനെ കോട്ടൺ യാണിൽ ചെയ്ത് പഠിക്കുന്നത് അത്രയും നല്ല ഫിനിഷിങ് വരില്ല, അവർക്ക് കുറച്ച് അത് പഠിച്ചെടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഞാൻ തുടങ്ങിയത് കോട്ടൺ യാണിലാണ്. എൻ്റെ ഒരു ചെറുപ്പത്തിലെയാണ് ഇതിൻ്റെ ബേസിക് സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം ഞാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം ആ ടൈപ്പ് യാണാണ് ഇത്, വർദ്ധമാൻ്റെ കോട്ടൺ എന്ന് പറയുന്ന യാൺ. ഇത് കണ്ടോ, ഇതിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്ക് കിട്ടും. ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഇവരുടെ സൈറ്റിൽ കയറി നോക്കിയാൽ മതി, ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. ഒരുപാട് കളേഴ്സ് കിട്ടും. ഇത് നമുക്കൊരു 3 mm ഹുക്ക് തൊട്ട് നമുക്ക് ഇതിൽ ഇടാനായിട്ട് പറ്റും. ഇവരിതിൽ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് 2.5 mm തൊട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. 2.5 തൊട്ട് 3 mm 3.5 ഒക്കെ നമുക്ക് ലൂസായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ഇങ്ങനത്തെ യാൺ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊരു മാറ്റാണ്. ഇത് നമുക്ക് ഈ യാണിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. അങ്ങനത്തെ ഒരു യാണാണിത്. ഇതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന ടൈപ്പ് മാറ്റുകൾ നമുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ യാണ് നമുക്ക് എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് അതിൻ്റെ ഡിഫറെൻറ്റ് കളറിൽ വേറെ ഇതുകൊണ്ട് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ ഇങ്ങനെ ഒരു നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടന്നോളും. പക്ഷെ ഞാൻ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം ഇത് പെട്ടെന്ന് കണ്ടോ, ഇങ്ങനെ പോരും, നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ പിടിച്ചു പോരും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് മാത്രമുണ്ട് കാര്യം. ഇതുകൊണ്ട് ഞാൻ ചെയ്തേക്കുന്ന വേറെ ഒന്നാണ്, അത് കണ്ടോ, ടിഷ്യൂ പേപ്പർ ബോക്സ് ആണിത്. അപ്പം ഇങ്ങനെ നമുക്ക് ഇതിന് കവറ് കാര്യങ്ങൾ ഇതൊക്കെ ഇങ്ങനത്തെയൊക്കെ ചെയ്തിടാൻ നല്ലതാണ്. പിന്നെ ഇത് അധികം അങ്ങനെ കളർ ഇളകുക, ബ്ലീഡ് ആവുക അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ യാണിന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഈ ടിഷ്യൂ ബോക്സ് കവറൊക്കെ എടുത്ത് ഹാൻഡ് വാഷ് ചെയ്യുന്നതാണ്. നമ്മൾ മൈൽഡ് ആയിട്ടുള്ള ഷാമ്പു എന്തെങ്കിലും ഇട്ടിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്കിത് രണ്ടാമത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു യാണാണിത്. ഞാൻ കൂടുതലും വർക്കുകൾ ചെയ്യുന്നത് ഇതാണ്. ഡ്രസ്സ് തയ്ക്കാനും ഈ യാണ് നല്ല സുഖമാണ്, നല്ല കംഫർട്ടാണ്. ഭയങ്കര ഒരു എന്താ പറയുക, കുത്തിക്കൊള്ളുന്ന പോലത്തെ ഒരു ഇതൊന്നും ഇല്ല കേട്ടോ ഈ യാണിന്. ഇനി ഞാൻ അടുത്ത യാൺ കാണിച്ചു തരാം. ഇതും വർദ്ധമാൻ്റെ തന്നെ പ്രീമിയം ക്വാളിറ്റി വേറെ ഒരു യാണാണ്. ഇത് ഫുൾ കോട്ടൺ യാണാണ്. ഇതിനകത്ത് എന്താണ് പറയുക, മിക്സ് കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നുമില്ല. ഇത് പക്ഷെ നമ്മൾ നേരത്തെ കണ്ട യാണിനെ കഴിഞ്ഞും കുറച്ചും കൂടി കനം കുറവാണ് ഈ യാണിന്. ഓൾമോസ്റ്റ് ആ യാണിന്റെ എല്ലാ പ്രൊജക്റ്റുകളും തന്നെ ഈ യാൺ കൊണ്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലത്തെ തന്നെ ഒരു യാണാണ് ഇത് റീസൈക്കിൾഡ് യാൺസ് ആണ്. ഇതിന്റെ ഡാർക്ക് കളറും ലൈറ്റ് കളറും ഒക്കെ നമുക്ക് കിട്ടും. ഇതിന്റെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട് മുമ്പ് ഒരു വീഡിയോയിൽ, ഈ യാൺ വെച്ചിട്ട് തന്നെ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കണ്ടാൽ മതി കേട്ടോ. അപ്പം ഈ യാണ് റീസൈക്കിൾഡ് യാൺസ് ആണ്. ഇത് നമ്മൾ ഒന്ന് വാഷ് ചെയ്ത് നോക്കണം, കാരണം ഇത് ബ്ലീഡ് ആകാനായിട്ട് സാധ്യതയുള്ള ചെറിയ ഒരു ഇതുണ്ട്. അപ്പം നമ്മൾ വേറെ യാണുകളുടെ ഒപ്പം വെച്ചിട്ട് ഇത് ചെയ്യുമ്പം ബ്ലീഡ് ആകുന്നുണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ വൈറ്റ് ഒക്കെയാണ് ഇതിൻ്റെ അടുത്ത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുമ്പം ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഉള്ള ഒരു യാണാണ് ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തൊട്ട് കാണിക്കുന്ന ഒരു യാണാണ്, ഹോബി സ്റ്റോറിൻ്റെ ഈ യാൺ. ഇത് എക്കർലിക് യാണാണ് കേട്ടോ.
എക്കർലിക് ഇങ്ങനത്തെ എക്കർലിക് യാണുകൾ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോഷ്യ പഠിക്കാനായിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു യാണാണിത്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് യാണാ. അതുകൊണ്ട് തന്നെ നമുക്കിത് അത്യാവശ്യം കട്ടിയുണ്ട്. നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്ത് പഠിക്കാം. പിന്നെ പ്രൊജക്റ്റുകൾ ചെയ്ത് പഠിക്കുന്ന ആൾക്കാർ കൂടുതലും ലൈറ്റ് കളർ യാണുകൾ സെലക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാവുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് കുറച്ചും കൂടി വിസിബിൾ ആണ്. ഡാർക്ക് കളർ എടുക്കുമ്പം നിങ്ങൾക്ക് കോർത്ത് വലിക്കുമ്പോഴൊക്കെ കുറച്ചൊരു ഡിഫിക്കൽട്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ലൈറ്റ് കളർ യാണുകൾ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഇതൊരു 6 mm നീഡിൽ വരെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. 4.5 mm തൊട്ട് ഒരു 6 mm വരെ ഈ ത്രെഡിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഈ ത്രെഡ് വെച്ച് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഇത്. കണ്ടോ, ഇതൊരു കുഷ്യൻ കവറാണ്. ഇതവര് ആ ത്രെഡിൽ അവര് സജസ്റ്റ് ചെയ്യുന്നത് 5 mm 5.5 mm വരെയൊക്കെയാണ് അവർ സജസ്റ്റ് ചെയ്ത് തരുന്നത്. 5.5 mm വരെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇത് ചെയ്തിരിക്കുന്നത് 6 mm ഹുക്ക് ഇട്ടിട്ടാണ്. അപ്പൊ ഇത് നമുക്കൊരു ലൂസായിട്ട് കിട്ടും. കുറച്ച് ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാവുന്ന ടൈപ്പ് ഒന്ന് ലൂസായിട്ട് കിട്ടും. ഇതിൽ ഞാൻ ഇങ്ങനെ ബട്ടണൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിങ്ങനെ കുഷ്യൻ കവറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പില്ലോ കവേഴ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ ഈ യാൺ കുറച്ചും കൂടി നമുക്ക് കംഫർട്ടബിൾ ആണ്. ത്രോ ചെയ്യാനും കുഷ്യൻ കവേഴ്സ് ചെയ്യാനും പിന്നെന്താണ് ചെറിയ കാർഡിയൻ ചെയ്യാനും ഒക്കെ നല്ലതാണ്. തണുപ്പുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇതുകൊണ്ട് അടിപൊളി കാർഡിയൻ ഒക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ ത്രെഡ് അതിന് പെട്ടെന്ന് നമ്മുടെ വർക്ക് ചെയ്ത് കഴിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ത്രെഡാണ് ഇത്. ഭയങ്കര നമുക്ക് ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാട്ടോ ഇത്. ബാഗുകൾ ചെയ്തെടുക്കാം നമുക്ക് ഈ ത്രെഡില്. പക്ഷെ ഇതിൽ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു വുളൻ ത്രെഡ്സിനുള്ള മാതിരി ഇങ്ങനെ ചെറുതായിട്ടൊരു പുരുപുരാന്നുള്ളൊരു സാധനം ഇങ്ങനെ പൊങ്ങി നിൽക്കും. അപ്പൊ അത് ഇഷ്ടമുള്ളവരാണ്. ചില ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നിൽക്കുന്നത് കാണാനായിട്ട്. ചില ആൾക്കാർ ഒട്ടും അത് പ്രിഫർ ചെയ്യില്ല. കോട്ടൺ യാണുകളാണ് കൂടുതലും പ്രിഫർ ചെയ്യാറ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത്. അങ്ങനെയുള്ള ഒരു യാണാണ് ഇത്. ഇത് വെച്ച് ഇങ്ങനത്തെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അടുത്ത യാണാണ് ഇതുപോലെയുള്ള വെൽവെറ്റ് യാണുകൾ കിട്ടും നമുക്ക്. ഇത് നമുക്ക് സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാനും ബാഗ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് യാണ് കേട്ടോ. ഈ അങ്ങനത്തെ വെൽവെറ്റിന്റെ യാണുകളിൽ തന്നെ ഇങ്ങനെ ഗ്ലിറ്ററിങ് എഫക്റ്റ് കൂടിയുള്ള ടൈപ്പ്, അതായത് ഇത് കണ്ടോ, ഇതിന്റെ ഒപ്പം തന്നെ ഇതിങ്ങനെ ആക്കിയിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള യാൺസും നമുക്ക് കിട്ടും. ഇത് ഞാനിങ്ങനെ റോളാക്കി വെച്ചിട്ടുള്ളതാണ്. ഇത് നമുക്ക് നമ്മുടെ ഹെയർ ബാൻഡ്സ് സ്ക്രഞ്ചീസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനും ഒക്കെ നല്ല യാണാണ്. ടോയ്സും നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ കൂടുതലും ഇപ്പൊ ബേബീസിന് വേണ്ട പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല യാണ് ഇതുപോലെയുള്ള വെൽവെറ്റ് യാണുകളും സോഫ്റ്റ് കോട്ടന്റെ യാണുകളും കിട്ടും. അതായിരിക്കും ബേബി പ്രൊജക്റ്റുകൾക്കും ബേബി ഉടുപ്പുകൾക്കും ഒക്കെ നല്ലത് അതാണ്. പിന്നെ നമ്മൾ ഈ എന്താണ് പറയുക, വിരിച്ചിടുന്ന ചെറിയ മാറ്റുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അതിനൊക്കെ നല്ലത് ഇതുപോലെയുള്ള നല്ല ഒന്നെങ്കിൽ നമ്മൾ കോട്ടൺ യാൺ എടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെയുള്ള വെൽവെറ്റ് യാണ്, സോഫ്റ്റ് കോട്ടൺ യാണ്, ഇതൊക്കെയാണ് നല്ലതായിട്ടുള്ളത്. പിന്നെ നമുക്ക് കിട്ടുന്ന യാണാണ് ഇതുപോലെയുള്ള വുള്ളൻ യാണുകൾ. എൻ്റെ കയ്യിൽ വുള്ളൻ യാണ് ചെറുത് ഉണ്ടായിരുന്നില്ല, ചങ്കി ആയിട്ടുള്ള ഒരു യാൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഞാനിത് മേടിച്ചത് മൾട്ടി കളർ യാണാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കേട്ടോ. ഇത് കണ്ടോ, അതെ. ഇത് ഞാൻ സാധാരണ ഇതുപോലെയുള്ള വുള്ളൻ യാൺസ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഈ ബീനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യാനാണ് വുള്ളൻ യാൺസ് കൂടുതലും എടുക്കാറുള്ളത്. ഇത് തോന്നുന്നു ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത്. ആമസോണിൽ ഇഷ്ടംപോലെ ഇതുപോലെ ചങ്കി യാൺസും കാര്യങ്ങളെല്ലാം വുള്ളൻ യാൺസൊക്കെ ഇഷ്ടംപോലെ നല്ല റീസണബിൾ റേറ്റിന് നമുക്ക് കിട്ടും. ഇതും ഹോബി സ്റ്റോറിന്റെ ഒരു എക്കർലിക് യാണാണ്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ ഹോബി സ്റ്റോറിന്റെ ഈ യാൺ, ഇതിന്റെ കനം കുറഞ്ഞ യാണാണ് ഇത്. ഇതും നമുക്ക് ബീനീസ് ഉണ്ടാക്കാനും പിന്നെ എന്താണ് പറയാ ക്യാപ്പ് ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് പറ്റുന്ന ഇപ്പൊ നമുക്ക് സ്കാർഫ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് പറ്റുന്ന ടൈപ്പ് ഒരു യാണാണ് കേട്ടോ ഇത്. പിന്നെ അതിന്റെ തന്നെ കുറച്ചും കൂടി കട്ടിയുള്ള ടൈപ്പ് യാണാണ്, ചങ്കി യാണാണ് ഇത്. കണ്ടോ, ഇതിന്റെ ത്രെഡിനൊക്കെ കുറച്ചും കൂടി കനമുണ്ട്. ഇതാണ് 3 സൈസിലുള്ള യാൺസ്. കണ്ടോ, ഇത് ഈ അറ്റത്തിരിക്കുന്നത് ഏറ്റവും കനം കുറഞ്ഞത്,
ഇത് അതിൻ്റെ മിഡില് ഒരു മീഡിയം സൈസ്, ഇത് ചങ്കി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ 3 സൈസിലും നമുക്ക് യാൺസ് കിട്ടും. ഏതാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. നമ്മുടെ പ്രൊജക്റ്റുകൾക്ക് ഏതൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. പിന്നെ യാണുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് കമൻസ് ഉണ്ട്. അതെങ്ങനെ സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പർപ്പസ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഇപ്പം കുറച്ച് കട്ടിയുള്ള ഒരു കാർഡിഗനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ടിയുള്ള നൂലെടുക്കും. കനം കുറഞ്ഞ ഒരെണ്ണമാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കനം കുറഞ്ഞ ത്രെഡ് എടുക്കുക. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഈ അടുത്ത് പിന്നെ ഞാൻ ഒരു സൈറ്റിൽ നിന്ന് കുറച്ച് ത്രെഡ്സ് ഓർഡർ ചെയ്യാനായിട്ട് തുടങ്ങിയതാണ് കേട്ടോ. പരി എന്ന് പറയുന്ന ഒരു സൈറ്റ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവരുടെ സൈറ്റ് നെയിം, കണ്ടോ. ഈ സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത്, എനിക്ക് അവരുടെ കോട്ടൺ കോട്ട്സ് ആണ് കൂടുതലും ഉള്ളത്. അപ്പം ഇത് കൂടുതലും എനിക്ക് ഇവരുടെ ത്രെഡ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ അപ്പോൾ അവരുടെ ഒരു 4 കളറ് ത്രെഡാണ് മേടിച്ചത്. അതില് ത്രെഡ് ഡിഫറൻസ് ആയിട്ടുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 1 mm തന്നെ ത്രെഡ് ട്വിസ്റ്റഡും ഉണ്ട്, ട്വിസ്റ്റഡ് അല്ലാത്തതും ഉണ്ട്. കണ്ടോ, ഇത് ട്വിസ്റ്റഡ് അല്ലാത്ത ത്രെഡാണ്. ഇത് കുറച്ചും കൂടി ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഒരു ത്രെഡാണ്. അങ്ങനെ ട്വിസ്റ്റഡ്, അത് ഞാൻ 2 mm നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ശരിക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിന്റെ 1 mm 2 കളർ ത്രെഡും 2 mm 2 കളർ ത്രെഡും ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പൊ നിങ്ങൾ ഏത് സൈറ്റിൽ നിന്ന് നിങ്ങൾ ത്രെഡ് മേടിക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആദ്യം ഒരു 2 or 3 കളറ് നിങ്ങൾക്ക് വേണ്ടതനുസരിച്ച്, വേണ്ട എത്രയാണ്. ഇപ്പൊ ഇവരുടെ സൈറ്റിൽ നമുക്ക് 250 gram ആണോ അതോ എനിക്ക് 1 kg കിട്ടും. പിന്നെ എനിക്ക് അതിന് താഴെ എനിക്ക് അവർ 200 grams ആണെന്ന് തോന്നുന്നുണ്ട് കൊടുക്കുന്നത്. അവരുടെ സൈഡിൽ, ഈ സൈഡിൽ ഞാൻ പേര് കാണിച്ചില്ല, ആ സൈഡിൽ കയറി ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. ഇൻസ്റ്റഗ്രാമിൽ അവരുടെ പേജ് ഉണ്ട്. അത്യാവശ്യം നല്ല ഇതാണ്. വർക്ക് പ്രൊജക്റ്റുകൾക്കും നമുക്ക് നല്ല ഫിനിഷിങ് വരുന്നുണ്ട് ഇവരുടെ ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ. ഇത് അവരുടെ 2 mm ത്രെഡാണ്. ഇത് കണ്ടോ, കോട്ടൺ ആണ്, ഫുൾ കോട്ടൺ ത്രെഡ്സ് ആണ്. ഇതാണ് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ത്രെഡ്. കണ്ടോ, ഇതിൽ നിങ്ങൾക്ക് കറക്റ്റ് വിസിബിളി മനസ്സിലാകുന്നുണ്ട് ട്വിസ്റ്റഡ് ത്രെഡും അല്ലാത്തതും തമ്മിലുള്ള വ്യത്യാസം. ഇത് കണ്ടോ. ഈ യാൺസ് ഉണ്ടല്ലോ, നമുക്ക് ടേബിളിന്റെ പുറത്തേക്കുള്ള റണ്ണേഴ്സ് ഉണ്ടാക്കാനും പിന്നെ ബാഗുകൾ ഉണ്ടാക്കാനും ഒക്കെ നല്ല സൂപ്പർ യാണാണ് കേട്ടോ. അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഇത് കണ്ടോ, ഒരു മാറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നല്ല ഫിനിഷിങ്ങിൽ കിട്ടും ഇവരുടെ ഈ വർക്ക് യാൺ വെച്ചിട്ട്. നല്ല കട്ടിയിട്ട് അത്യാവശ്യം. ഇത് 2 mm ത്രെഡാണ് ട്വിസ്റ്റഡ്. നിങ്ങൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ, സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 2 mm ട്വിസ്റ്റഡ് യാണാണ്. ഇതൊരു ഒലീവ് ഗ്രീൻ ഒരു ഗ്രീൻ കളർ ഷെയ്ഡ്, പിസ്ത ഗ്രീൻ ഷെയ്ഡൊക്കെ ഉള്ളൊരു ഇതാണ്. അപ്പം ഇതുണ്ട്. അതിൻ്റെ തന്നെ നമ്മൾ ട്വിസ്റ്റഡ് അല്ലാത്ത യാൺ മേടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം, നിങ്ങൾക്ക് എങ്ങനത്തെ വർക്കാണ് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള യാൺ സെലക്ട് ചെയ്യുക. അത് കണ്ടോ, ഇതാണ് ട്വിസ്റ്റഡ് അല്ലാത്ത ത്രെഡ് വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ത്രെഡ് വെച്ചിട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് ആ സൈറ്റിൽ നിന്ന് നമ്മൾ ത്രെഡ് മേടിക്കുമ്പോൾ നമുക്ക് അവർ ഇതുപോലെ ഒരു കാർഡ് നമുക്ക് അവർ അയച്ചു തരുന്നുണ്ട്. എനിക്ക് കിട്ടി, കാർഡ് അയച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് അവരുടെ ത്രെഡിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കംപ്ലീറ്റ് കൊടുത്തിട്ടുണ്ട്. കുറേ കളേഴ്സ് ത്രെഡ്, അത് ട്വിസ്റ്റഡ് ആയിട്ടുള്ളത് ഉള്ളതിൻ്റെയൊക്കെ നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ഇതൊക്കെ ഓർഡർ ചെയ്യാനും പറ്റും കേട്ടോ. അതാണ് അടുത്തത്. പിന്നെ റീസെൻ്റ്ലി ഞാൻ ഈ അടുത്ത് തന്നെ ആമസോണിൽ നിന്ന് കുറച്ച് ത്രെഡ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ട്വിസ്റ്റഡ് ആയിട്ടുള്ളത് തന്നെ, വളരെ സ്മോൾ സൈസിലുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ അടുത്തൊരു കാർഡിയൻ തയ്ച്ചു മോൾക്ക്. അത് സൂപ്പറായിരുന്നു കേട്ടോ. ഇതാണ് ആ കളർ ത്രെഡുകൾ കണ്ടോ. ഇതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാവേ. ഈ യാണിന്റെ ഈ അടുത്ത് ഞാൻ മേടിച്ചതാ. ഇത് കുറെ കളേഴ്സിൽ കിട്ടും നമുക്ക്. ഇത് കണ്ടോ, ഇങ്ങനെ നമുക്ക് കുറെ കളേഴ്സിൽ കിട്ടും നമുക്ക് ഈ യാൺ. ഇത് നല്ല
നല്ല യാണാണ് ഇത്. നമുക്ക് വർക്ക് ചെയ്യാനും നല്ല സുഖമുള്ള യാണാണ്. ഞാൻ ആദ്യം കാണിച്ച മാതിരി ആ കോട്ടൺ യാൺ വെച്ചിട്ട് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റുകളും നമുക്ക് ഇത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. ഇത് സൈസ് ഭയങ്കര കുറവാണ് കേട്ടോ. അപ്പം നമ്മൾ നീഡിലിടുന്നത് 2.5 mm അല്ലെങ്കിൽ ഒരു 3 mm ഒക്കെ ഇട്ടിട്ടേ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ പ്രൊജക്റ്റ് ചെയ്ത് തീർക്കാൻ കുറച്ച് സമയം എടുക്കും എന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ഷെ നല്ല ഫിനിഷിംഗ് ഉണ്ട് ആ പ്രൊജക്റ്റുകൾക്കൊക്കെ. അടുത്ത യാൺ എന്ന് പറയുന്നതാണ്, ഞാൻ ഇത് എൻ്റെ ബാഗുകൾ ചെയ്തപ്പോൾ ഞാൻ ഈ യാൺ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ടീഷർട്ട് യാൺ. ഇത് നമുക്ക് ആമസോണിൽ കിട്ടും. ഈ യാൺ നമുക്ക് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇങ്ങനെ ഒരു റോളായിട്ടാണ് ഞാൻ മേടിക്കുന്നത്. ഇത് ലെങ്ത്തിൽ നമുക്കിങ്ങനെ ആ ഈ ഒരു ഷേപ്പിലും കിട്ടും കേട്ടോ. ഇത് അതിൻ്റെ വേറൊരു കളറാണ്. ഇത് രണ്ടും ഓൾമോസ്റ്റ് ഇതിൻ്റെ ടെക്സ്ചർ രണ്ടും ഏകദേശം സെയിം ആണ്. ഇത് നന്നായിട്ട് വലിയ കേട്ടോ. ഈ യാണിന്റെ ഇത് കണ്ടോ, ഇതിങ്ങനെ വലിയുന്ന ഒരു ടൈപ്പ് യാണാണ്. പക്ഷേ ഞാൻ ഈ അടുത്ത് കണ്ടോ അതിൻ്റെ തന്നെയാണ് ഞാൻ ഇതൊരെണ്ണം മേടിച്ചത്. പക്ഷെ ഇതിനെ കഴിഞ്ഞും ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു ഈ യാൺ. അതെങ്ങനെയാണ് അത് കിട്ടിയത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് പക്ഷെ ഞാൻ മേടിച്ചത് ഇതിൻ്റെ ആട്ടോ, ഈ കമ്പനിയുടെ ഇത്. ഈ വൈറ്റ് ഇതിൻ്റെ യാൺ ദാ റോഷെല്ല എന്ന് പറയുന്ന ഒരു കമ്പനിയുടെയാണ്. ഇവരുടെ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ യാൺസിൻ്റെ. പക്ഷെ ഇത് നല്ല കമ്പനിയാണ്, അവരുടെ നോക്കി മേടിക്കുക. ആമസോണിൽ കിട്ടും കേട്ടോ. ഇനി ഈ യാണുകൾക്ക് അത്യാവശ്യം കുറച്ച് വിലയുണ്ട്. നമ്മളൊരു അത്യാവശ്യം ഒരു മീഡിയം സൈസ് ബാഗ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഒരു 2 റോള് യാണെങ്കിലും നമുക്ക് വേണ്ടി വരും കേട്ടോ. ഇത് പക്ഷെ നമുക്ക് ഈ സോഫ്റ്റ് ടോയ്സ് ഉണ്ടാക്കാനും ഇതിനുമൊക്കെ പറ്റുന്ന ടൈപ്പ് ഒരു ഇതിൻ്റെ ത്രെഡിന് വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ മൾട്ടി കളേഴ്സ് കിട്ടുന്ന 3 കളർ ഒരുമിച്ചൊക്കെ കിട്ടുന്ന, പക്ഷെ അപ്പം ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവില്ല, ക്വാണ്ടിറ്റി കുറച്ച് കുറവായിരിക്കും. പക്ഷെ 3 കളർ മിക്സ് ഒക്കെ ആയിട്ട് കിട്ടുന്ന ടൈപ്പ് ഇതുകൾ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. ഇത് വെച്ചിട്ടാണ് ഞാൻ പുറകിലിരിക്കുന്നത് ഈ റാബിറ്റ് ഒക്കെ ചെയ്തത്. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീരും കേട്ടോ ഇത് വെച്ചിട്ട് വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഞാൻ മുമ്പ് എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന മാതിരത്തെ കുറേ കളേഴ്സ് ഇതുപോലത്തെ കോട്ടൺ യാണുകളും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതുപോലെ ഇങ്ങനെ റോളാക്കിയിട്ടതാ ഇതുപോലെ ഇങ്ങനെ വെക്കാറുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് കോട്ടൺ യാണുകളാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യുന്നതും കോട്ടൺ യാണുകൾ വെച്ചിട്ടാണ്. കോട്ടൺ യാണുകൾ തന്നെ ഈ ഒരു സൈസിലുള്ള കോട്ടൺ യാണുകൾ വെച്ചിട്ടാണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഞാനിപ്പം റീസെൻ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന യാണുകളും കാര്യങ്ങളും ഒക്കെ. അപ്പൊ ഇനി ഇതിൻ്റെ അടുത്ത വരുന്ന വീഡിയോകളിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പൊ കുറച്ച് പ്രൊജക്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പം യാണുകളെ പറ്റി ചോദിച്ചിട്ടുള്ള ആൾക്കാർക്ക് ഇത് ഡീറ്റെയിൽസ് മതി എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ പേരുകൾ എനിക്ക് പറ്റുന്ന ലിങ്കുകളും ഞാൻ താഴെ കൊടുക്കാം. ഹോബി സ്റ്റോറിൻ്റെ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. മാജിക് നീഡിൽ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾക്ക്. പിന്നെ വർദ്ധമാൻ എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, അതും കൂടിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോട്ടൺ യാണുകളൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് കിട്ടും. പിന്നെ കോട്ടൺ മിക്സി യാണുകൾ കിട്ടും, ബൾക്കി ആയിട്ടുള്ള യാണുകൾ കിട്ടും. അത് ഏതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യണം എന്നുള്ളതും നീഡിൽസിൻ്റെ സൈസും എല്ലാം യാണിൻ്റെ പുറത്ത് അവർ കൊടുത്തിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇതിലൊക്കെ ഏത് യാണുകൾ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിൾ എന്നുള്ളതും നിങ്ങളുടെ കൈ വേദനിക്കാതിരിക്കുന്നത് എന്നുള്ളതും ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുക. അപ്പം ഇത്രയും ടൈപ്സ് യാണാണ് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള ബാസ്ക്കറ്റുകളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിലും ഞാൻ ഈ നേരത്തെ കാണിച്ച ടീഷർട്ട് യാൺസ് ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇനി ഹുക്കുകൾ എന്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. എൻ്റെ അടുത്ത് 1-2 കമൻസ് ഉണ്ടായിരുന്നു, നീഡിൽ ഏതൊക്കെയാണ്, നീഡിൽ എവിടെ നിന്നാണ് മേടിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം. ആമസോണിൽ നിന്ന് തന്നെയാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഇങ്ങനത്തെ നീഡിലുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ തന്നെ പൊട്ടിക്കാത്ത ഒരു പാക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ വേറെ കളറാണിത് നീഡിൽ ഉള്ളത്. പിന്നെ നമുക്കിപ്പോൾ ഇത് ഇങ്ങനത്തെ പാക്കറ്റ് നമ്മൾ മേടിക്കുമ്പം അതിനകത്ത് നമുക്ക് 6 mm വരെയുള്ള നീഡിൽസേ നമുക്ക് ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് വലിയ പ്രൊജക്റ്റുകൾ ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ യാണുകൾ ചെയ്യണം, ഇതുപോലെയുള്ള വലിയ യാണുകളിൽ ചെയ്യണം പ്രൊജക്റ്റുകൾ. ഇത് ഞാൻ 6 mm നമ്മുടെ ബാഗൊക്കെ ചെയ്തെടുത്തിരിക്കുന്നത്.
ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ വലിയ നീഡിൽസ് വേണം. ഇതുപോലെയുള്ള ഇതിപ്പോ ഇത് 8 mm നീഡിലാണ്. ഈ നീഡിൽ ഞാൻ മേടിച്ചിരിക്കുന്നത് മാജിക് നീഡിൽസ് എന്ന് പറയുന്ന സൈറ്റിൽ നിന്നാണ് കേട്ടോ. ഇത് 8 mm ഒരു നീഡിലാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിന്റെ തന്നെ നമുക്ക് ഇത് പ്ലാസ്റ്റിക് പോലത്തെയാണ്, താഴെ വീണാലൊന്നും നമുക്ക് പൊട്ടില്ല. പക്ഷെ പൊട്ടുന്ന ടൈപ്പ് നീഡിൽസും ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് താഴെ വീഴാതെ നമ്മൾ സൂക്ഷിക്കണം. ഇങ്ങനത്തെ നീഡിൽസും നമുക്ക് ഹോബി സ്റ്റോറിൽ നിന്ന് കിട്ടും കേട്ടോ. അതായത് കണ്ടോ, ഞാൻ ഹോബി സ്റ്റോറിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. ഇത് 7 mm ഹുക്കാണ്. അപ്പം നമുക്ക് അങ്ങനെ പല യാണുകളും ത്രെഡുകളും നീഡിൽസും എല്ലാം ആ സൈറ്റിൽ നിന്ന് കിട്ടും. പോയി ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള യാണും ത്രെഡും നിങ്ങൾ മേടിക്കുക. കംഫർട്ടബിൾ ആയിട്ടുള്ളത് ഒരു 4 mm 6 mm ഇടയിലുള്ള നീഡിൽസ് ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതായിരിക്കും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും നല്ലത്. പിന്നെ ഒരു മീഡിയം സൈസ് യാണോ അല്ലെങ്കിൽ ചങ്കി യാണുകളോ ഉപയോഗിച്ച് നിങ്ങൾ സ്റ്റിച്ചുകൾ പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കോട്ടൺ ത്രെഡുകളിലോ മറ്റുള്ള ത്രെഡുകളിലോ നിങ്ങൾക്ക് വർക്ക് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വേറൊരു സൈസ് നീഡിലും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതും ഹോബി സ്റ്റോറിൻ്റെ തന്നെയാണ്. ഇത് ഫുള്ള് വുഡിൻ്റെയാണ് ഞാണുകളാണ്. ഇതിലേറ്റവും കൂടിയ നീഡിൽ ഞാൻ കാണിച്ചു തരാവേ. ഇതിൽ 10 mm വരെ നീഡിലുണ്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് നീഡിലുകൾ ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ആ സൈറ്റിൽ കിട്ടും, നിങ്ങൾ പോവുക. പിന്നെ അല്ലാതെ തന്നെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിയ പ്രൊജക്റ്റുകൾ ചെയ്യാനും ഒക്കെയുള്ള വലിയ നീഡിലുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ക്രോഷു ചെയ്യുമ്പോൾ ആവശ്യമുള്ള വേറൊരു സാധനമാണ്, നമ്മൾ കോട്ടൻ്റെ ത്രെഡൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മൾ കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളത് ചെറിയ നീഡിൽസ് വെച്ചിട്ട് നമ്മളത് ഉള്ളിലോട്ട് വിടും. അത് കഴിഞ്ഞ് കഴിയുമ്പം ചില പ്രൊജക്റ്റുകൾക്ക് നമ്മൾ കുറച്ച് നാൾ യൂസ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ അതിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ വന്നിങ്ങനെ നിൽക്കുന്ന കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പ്രൊജക്റ്റ് തീർന്നു കഴിയുമ്പം നമ്മൾ ഇതുപോലെ ഒരു ഫെവിക്കോൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട്, ഇത് ഫാബ്രിക്കിൽ യൂസ് ചെയ്യുന്നതാണ്, ഇങ്ങനത്തെ വെച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം ഇങ്ങനെ ഒരുപാട് അതിങ്ങനെ പുറത്തോട്ട് വന്നിട്ട് അത് വൃത്തികേടായിട്ട് നിൽക്കില്ല. ഇനി നിങ്ങൾക്ക് യാണുകളെ പറ്റി നീഡിലിനെ പറ്റിയിട്ടൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.